വെൽക്കം. കുറച്ച് നാളുകളായി PSCക്കും UPSCക്കും വരുന്ന ചില ഇംഗ്ലീഷ് ഗ്രാമർ ഭാഗങ്ങൾ ഒന്ന് ചർച്ച ചെയ്യണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നു. കാരണം നമ്മുടെ കുട്ടികളൊക്കെ PSC എഴുതുമ്പോൾ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ പ്രയാസപ്പെടുത്തുന്നു. UPSC PSC ഒക്കെ സ്വാഭാവികമായിട്ടും ചില ഗ്രാമർ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാണ് പ്രാഥമികമായി ഞാനിത് ചെയ്യുന്നതെങ്കിലും ഈ വീഡിയോ ചെയ്യുന്നതെങ്കിലും ഇത് ജനറലായിട്ട് എല്ലാവർക്കും പ്രയോജനമാണ്. ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഭാഗത്ത് ഞാൻ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി സിംഗുലറും പ്ലൂറലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സിംഗുലറും പ്ലൂറലും അത് വളരെയധികം ക്ലാരിറ്റി. നൗൺ പഠിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ട ഒരു ഏരിയയാണ് സിംഗുലർ എങ്ങനെ ഉപയോഗിക്കണം, പ്ലൂറൽ എങ്ങനെ ഉപയോഗിക്കണം. നമ്മൾ നിയമങ്ങൾ പഠിക്കാനല്ല, നിയമങ്ങൾ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിയമമൊക്കെ നമുക്ക് വേണ്ട ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കാം. ഞാൻ ചില ഇൻഡിവിജ്വൽ വേർഡ്സ് എടുക്കുകയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന PSCക്കും UPSCക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വേർഡ്സ് ഒക്കെ സെലക്ട് ചെയ്തത്. അവിടെ സിംഗുലർ ഉപയോഗിക്കേണ്ടത് സിംഗുലർ തന്നെ ഉപയോഗിക്കണം, പ്ലൂറൽ ഉപയോഗിക്കണം. സിംഗുലറിൻ്റെ പ്ലൂറൽ ഏതാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ആദ്യം എടുക്കുന്ന വേർഡ് മീഡിയ എന്ന വാക്കാണ്. മീഡിയ. നമ്മുടെ ആളുകൾ എത്ര മോശമായിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്നത്. മീഡിയാസ് എന്ന് പറയുന്നു ചിലരോ. മീഡിയാസിൻ്റെ കളിയാണിത്. ഇത് മീഡിയാസാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുന്നത്. ഇത് എത്ര മോശമായൊരു ഇംഗ്ലീഷ് പ്രയോഗമാണ്. അങ്ങനെ പറയാൻ പാടില്ല. മീഡിയ എന്ന് പറഞ്ഞാൽ മതി. കാരണം അത് തന്നെ പ്ലൂറൽ, മാധ്യമങ്ങൾ എന്നർത്ഥം കിട്ടും. മീഡിയം സിംഗുലറാണ്, ഏകവചനത്തെ കാണിക്കുന്നു. മീഡിയം എന്ന വേർഡിൻ്റെ പ്ലൂറൽ മീഡിയ ആണ്, മീഡിയാസ് അല്ല. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കും മീഡിയം, വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് മീഡിയം? മീഡിയ. മറ്റൊരു വാക്ക് നമ്മൾ തെറ്റിക്കുന്നത് അലംനൈ. ഇത് പരീക്ഷയ്ക്ക് എത്രയോ പരീക്ഷകളിൽ കണ്ടിരിക്കുന്നു. എത്രയോ UPSC PSC പരീക്ഷകളിൽ ഞാൻ കണ്ടൊരു വാക്കാണ് അലംനൈ. ഉച്ചരിക്കാൻ പോലും നമ്മുടെ ആളുകൾക്ക് വേണ്ട ഗ്രാഹ്യമില്ല. ALUMNI. അത് അലൂമിനി എന്ന് പറയുന്നവരുണ്ട്, അലംനി എന്ന് പറയുന്നവരുണ്ട്. ഇത് അലംനിയുമല്ല അലൂമിനിയുമല്ല. അലംനൈ, ALUMNI. ഏത് വാക്കിൻ്റെ പ്ലൂറലാണെന്നറിയാവോ? അലംനസ്. ALUMNUS. പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ളത് അലംനസ് കൊടുത്തിട്ട് പ്ലൂറൽ എഴുതാൻ പറയും. അലംനസ്, ഓൾഡ് സ്റ്റുഡൻറ്റ് എന്നതിൻ്റെ അർത്ഥം. ഓൾഡ് സ്റ്റുഡൻറ്റ്. അപ്പോൾ അലംനൈ ആരായിരിക്കണം? ഓൾഡ് സ്റ്റുഡൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, the alumni association of a college, the alumni association of a school. Old students എന്നർത്ഥത്തിൽ അലംനൈ എന്ന് പറഞ്ഞ് പഠിക്കണം. അത് അലുമിനി ആക്കി കളയരുത്, അത് അലംനി ആക്കി കളയരുത്. അലംനൈ എന്ന് പറഞ്ഞ് പഠിക്കണം. അലംനസ് സിംഗുലറും അലംനൈ പ്ലൂറലും. പിന്നീട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു വാക്കാണ് അജൻഡം. അജൻഡം, AGENDUM. അതിൻ്റെ പ്ലൂറൽ എഴുതാൻ പറയുമ്പോഴേ പല കുട്ടികളും തപ്പുന്നത് കണ്ടിട്ടുണ്ട്. അജൻഡം. അതിൻ്റെ പ്ലൂറൽ എന്താണെന്ന് അറിയാമോ? അജൻഡ. AGENDA. കാര്യപരിപാടികളെന്ന് അതിൻ്റെ അർത്ഥം. അതിൻ്റെ സിംഗുലർ ഫോമാണ് അജൻഡം. അജൻഡം സിംഗുലർ, അജൻഡ പ്ലൂറൽ. അതുപോലെ ഡേറ്റം എന്ന വാക്ക് പരീക്ഷയ്ക്ക് വന്നാൽ
കുട്ടികൾ തെറ്റിക്കാറുണ്ട്. ഡേറ്റം, ഡേറ്റം, DATUM. അതിൻ്റെ പ്ലൂറൽ ഡേറ്റയാണ്. ഡാറ്റ എന്നൊക്കെ തെറ്റ് പറയുന്നത് ഡാറ്റ, നോ ഡേറ്റ, ഡേറ്റ, ഡേറ്റ. ഇപ്പോൾ ഡേറ്റ വിറ്റ് കാശാക്കുകയാണ് പലരും. ഡേറ്റ വിറ്റ് കാശാക്കുന്ന ഒരു പ്രവണത ഇപ്പോഴുണ്ട്. അപ്പോൾ ഡേറ്റം എന്ന വേർഡിൻ്റെ പ്ലൂറലാണ് ഡേറ്റ. ഇതുപോലെ നമ്മൾ തെറ്റിക്കുന്നൊരു വാക്കാണ് സ്റ്റേഡിയം. സ്റ്റേഡിയത്തിൽ പോകാത്ത ആളുകളില്ലല്ലോ. സ്റ്റേഡിയം സിംഗുലറാ. സ്റ്റേഡിയ, മീഡിയം, മീഡിയ, സ്റ്റേഡിയം, സ്റ്റേഡിയ. ഇതുപോലെ ഞാൻ കണ്ട മറ്റൊരു വാക്കാണ് മെമ്മോറാൻഡം. മെമ്മോറാൻഡം, MEMORANDUM. അതിൻ്റെ പ്ലൂറൽ എന്താ? മെമ്മോറാൻഡ. മെമ്മോറാൻഡ, MEMORANDA. ഒത്തിരി നിവേദനങ്ങളുണ്ടെങ്കിൽ മെമ്മോറാൻഡ എന്ന് പറയാമോ, അല്ലെങ്കിൽ മെമ്മോറാൻഡം, മെമ്മോറാൻഡം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ സിമ്പിളായ ഒരു വേർഡാണ് LOUSE, ലൗസ്. ലൗസ്, പേന, സംഗതി പേൻ. അതിന് പ്ലൂറൽ ലൈസ്, LICE. അവിടെ അപകടം മറ്റൊന്നുമല്ല, സ്പെല്ലിങ് എഴുതി കളയും. LIES എന്ന് എഴുതി വെക്കരുത്, LICE. ഏത് വാക്കിൻ്റെ പ്ലൂറലാണ്? LOUSE, ലൗസ്. ഇതുപോലാണ് മൗസ്. മൗസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴും മൗസ് ഉപയോഗിക്കാറുണ്ടല്ലോ. മൗസ് എലിയാണ്, സിംഗുലറാ. മൈസ് പ്ലൂറൽ, MICE. അവിടെ ഈ സ്പെല്ലിംഗ് സൂക്ഷിക്കണം. അപ്പം മൗസ്, മൈസ്, ലൗസ്, ലൈസ്. ഈ വിദ്യാസമ്പന്നർ എന്ന് പറയുന്ന പലരും തെറ്റിക്കുന്നൊരു വാക്കാണ് ഓക്സ്. ഓക്സ് സിംഗുലറാ, ഒരിക്കലും ഓക്സസ് അല്ല. അതിൻ്റെ പ്ലൂറൽ ഓക്സൻ. ഓക്സൻ, ശ്രദ്ധാപൂർവ്വം അത് ഉപയോഗിക്കണം. ഒരു ഫുട്ട്, FOOT, ഫുട്ട്, ഫീറ്റ്. ഫീറ്റാണ് ഇതിൻ്റെ ഫുൾ ഫോം, FWT. ഒരു ടൂത്ത്, ടീത്ത്. ഫുട്ട്, ഫീറ്റ്, ടൂത്ത്, ടീത്ത്. ഇതൊക്കെ ഒരു കോമൺ ആയ വേർഡ്സ് ആയതുകൊണ്ട് ഞാൻ ഓടിച്ചൊക്കെ പോവുകയാണ്. ആക്സിസ്, ഈ IS മാറ്റി ES ആക്കുന്ന കുറേ വേർഡുകളുണ്ട്. ആക്സിസ് സിംഗിളറാണ്, പ്ലൂറൽ ആക്സസ്, AXES. അതുപോലെ ബേസിസ്, ബേസസ്, തീസിസ്, തീസസ്, ക്രൈസിസ്. ഉപയോഗിക്കുന്ന വാക്ക് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വാക്കാണ് ക്രൈസിസ്, CRISIS. പ്രതിസന്ധി, ഒന്നിലധികം പ്രതിസന്ധികളുണ്ടെങ്കിൽ ക്രൈസസ്. സോ ക്രൈസസ് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ക്രൈസിസ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു വേർഡാണ് ക്രൈറ്റീരിയൻ, CRITERION. ക്രൈറ്റീരിയൻ, മാനദണ്ഡം, നിലവാരം. അതിൻ്റെ പ്ലൂറലാണ് ക്രൈറ്റീരിയ, CRITERIA. ക്രൈറ്റീരിയ. പിന്നെ നമ്മൾ തെറ്റാണ്ട് ഉപയോഗിക്കുന്ന വേറെ വേർഡുകളുണ്ട്. അതെല്ലാം നമുക്ക് ക്രമേണ പഠിക്കണം. എങ്കിൽ തന്നെ ഒരു 3-4 വേർഡുകൾ ഡിസ്കസ് ചെയ്ത് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഡാമേജ് എന്ന വേർഡ് സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഡാമേജിൻ്റെ പ്ലൂറൽ ഡാമേജസ് അല്ല, ഡാമേജ് തന്നെയാണ്. സീറോ ചേഞ്ച് ആണോ? അവിടെ സീറോ ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ലഗേജ്, ലഗേജസ് അല്ല, ലഗേജ്, ബാഗേജ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. ഡാമേജ്, ലഗേജ്, ബാഗേജ്, ഇതൊന്നും പ്ലൂറലായിട്ട് യെസ് ഉപയോഗിക്കാറില്ല. അത് തന്നെ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ് സിലബസ്. സിലബസ്, സിലബി ആണ് പ്ലൂറൽ, സിലബി. സിലബസ്, സിലബി. പീപ്പിൾ എന്ന വേർഡ് സൂക്ഷിച്ച് ഉപയോഗിക്കണം. പീപ്പിൾ എപ്പോഴും പ്ലൂറലാണ്. അതുപോലെ ക്യാറ്റിൽ,
പീപ്പിളും ക്യാറ്റിലും പ്ലൂറൽ ഫോമിലേ ഉപയോഗിക്കാവൂ. ഒരിക്കലും പീപ്പിൾസ് എന്നല്ല, പീപ്പിൾസിൻ്റെ അർത്ഥം വേറെ മാറിപ്പോകും. ക്യാറ്റിൽസ് എന്ന് പറയാറില്ല, ക്യാറ്റിൽ. അപ്പോൾ പ്ലൂറൽ ഫോമിൽ ഇത് രണ്ടും ഉപയോഗിക്കാവും.